അടിവാരത്ത് ഒരു മാതാവിനെ പുത്രൻ വെട്ടിക്കൊന്നു. അപ്പോൾ അത് നോക്കിയപ്പോൾ വായിക്കാനിടയായപ്പോൾ അത് മനസ്സിലായത് ഇവനെ ഒരു ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞവനാണ്, അഡിക്റ്റാണ്, ഡ്രഗ് അഡിക്റ്റാണ്. അപ്പോൾ ഈ ഡ്രഗ് മൂലം ഉണ്ടാകുന്ന സംഭവമാണ് ഇതെല്ലാം. അവന് എന്ന് പറഞ്ഞാൽ അവനും ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള മാനസിക രോഗം പോലെ ആവും ഇത് വരും. കാരണം സൈക്കോട്രോപിക് സബ്സ്റ്റൻസുകൾ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ അന്തരീക്ഷത്തിൽ കറങ്ങി നടക്കും. പിന്നെ കൂടുതൽ കറങ്ങി നടക്കുന്ന എപ്പോഴും അങ്ങ് കറക്കാം അതിൻ്റെ വരും. അവസാനം അത് അൾട്ടിമേറ്റ്ലി ഭ്രാന്തായിട്ട് മാറും ആ രീതിയിലേക്ക്. പക്ഷേ അവനൊന്നും ഒരു ഇമ്മ്യൂണിറ്റി ഒന്നും കിട്ടത്തില്ല. ഇത് എന്ത് മാർഗമെന്ന് ചോദിച്ചാൽ എന്നിട്ട് അവന് യാതൊരു കൂസലുമില്ല, അവൻ്റെ അമ്മയെ വെട്ടിക്കൊന്നിട്ട് അവൻ നടക്കുകയാണ്. അപ്പോൾ ആ രീതിയിലാണ് നമ്മളിപ്പോൾ കാണുന്ന സമൂഹത്തിൽ ഒരുപാട് ഇതെല്ലാം ഈ പ്രശ്നമെല്ലാം ഉണ്ടാകുന്നത് ഈ മയക്കുമരുന്നിൻ്റെ അമിതമായ ഉപയോഗം മൂലമാണ്. അതിപ്പോൾ പണ്ട് നമ്മുടെ സ്വപ്നം കണ്ടിരുന്ന സാധനം പോലും അല്ല ഇപ്പോൾ ആളുകളുടെ കയ്യിൽ, കുഞ്ഞുങ്ങളുടെ കയ്യിലിരിക്കുന്നത്. MDMA എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഡയറക്റ്റായിട്ട് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം മാതിരി സുലഭമാണിപ്പോൾ. കുട്ടികളുടെ കയ്യിൽ വരെ ഇതുണ്ട് ധാരാളം. ആ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ. ഇതിൻ്റെ ഉപയോഗം കുറച്ചില്ലെങ്കിൽ ഇതുപോലെ തന്നെ ആളുകൾ മാനസിക രോഗിയെ പോലെ അവൻ പെരുമാറും. അവന് മാനസിക രോഗമല്ല ഉള്ള യഥാർത്ഥത്തിൽ, അവന് ഈ മയക്കുമരുന്ന് തന്നെ അതിൻ്റെ പിടിയിൽ തന്നെയാണ് അവൻ. ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് യഥാർത്ഥത്തിൽ വർദ്ധിച്ച ഫോഴ്സാണ് പിന്നെ ഉണ്ടാകുന്നത്. ആ രീതിയിലേക്ക് വരും. അതുകൊണ്ട് അതിന് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഈ ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റ് പോലെ തന്നെ ഇതേപോലെ അതായത് കൊടുക്കുന്നത് പോലെ ഇതിനെക്കുറിച്ചുള്ള ശരിയായ ബോധവൽക്കരണം വേണം, വലിയ കോമ്പിംഗ് ഓപ്പറേഷൻസ് വേണം, പോലീസും എക്സൈസും ഉണർന്ന് പ്രവർത്തിക്കണം. ഇല്ലെങ്കിൽ കൊലപാതകങ്ങൾ ഇതുപോലെ കൂടിക്കൊണ്ടിരിക്കും. ഒരുത്തൻ 3 എണ്ണത്തിനെ അടിച്ചു വന്ന് നമ്മൾ കണ്ടാണല്ലോ, ഒരു കരുണയില്ലാതെ അടിച്ചേക്ക്. തലയിലൊക്കെ 8 അടിയൊക്കെയാണ് അടിച്ചേക്കുന്നത്. വലിയ സ്റ്റീൽ പൈപ്പ് കൊണ്ട്, ഭയങ്കര ബലമുള്ള പൈപ്പ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഈ രീതിയിലുള്ള ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം. ഇത് ബോധവൽക്കരണം വളരെ നിർബന്ധമാണ്. പിന്നെ കോമ്പിംഗ് ഓപ്പറേഷൻസ് വേണം. മയക്കുമരുന്നിനെതിരെയുള്ള അജാഗ്രതയോടുകൂടി പോലീസും എക്സൈസും പ്രവർത്തിക്കണം. ഇല്ലെങ്കിൽ ആ നർക്കോട്ടിക് ഡ്രഗ്സിൻ്റെ ഒഫൻസ് അല്ല ഉണ്ടാകുന്നത്, ഇതേപോലെ കൊലപാതകങ്ങളാണ് ഉണ്ടാകുന്നത്. അത് നമ്മൾ തിരിച്ചറിയണം.